ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട് ഒരു ഹോം ടൂർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ വീടല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോമാണ്. കണ്ടില്ലേ, ഒരു അടിപൊളി വീടാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഫുള്ള് ഓടൊക്കെ ഇറക്കി ഫുള്ള് അടിപൊളിയായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പണ്ടത്തെ വിൻറ്റേജ് ലുക്കൊക്കെ ഉള്ള ഒരു അടിപൊളി വീടാണ് ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നത്. അത് ഞാൻ നേരെ കാണിച്ചു തരാം കേട്ടോ. ഈ ബാക്കിൽ കാണുന്ന വീട് റെൻറ്റിനും കൂടെ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെൻറ്റിന് വേണ്ടി വന്ന് താമസിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വീട് മാത്രമായിട്ടല്ല, ഇത് വലിയതാണ് കേട്ടോ. അപ്പോൾ വീടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ, എന്തെങ്കിലും കമ്പനി ഇടണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ, ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഇത് ഇടാവുന്നതാണ്. അത് അത്രയും വലിപ്പമുള്ള വീടാണ് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഓവർ ലുക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതാണ് ഇപ്പം ഇതിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രണ്ട് കേട്ടോ. ഇത് മെയിൻ റോഡാണ്, കണ്ടില്ലേ, നിയർ ഡാം പോകുന്ന റോഡാണിത്. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ള വീടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും കുറച്ച് ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഓവർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇനി ഞാൻ നേരെ ഇതിൻ്റെ അകത്ത് കയറാം കേട്ടോ. അകത്ത് ഇതിൻ്റെ റൂംസും എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഹാളെന്ന് പറയുന്നത്. കണ്ടില്ലേ, നമുക്ക് കയറി ഇവിടെയൊക്കെ ഫർണിച്ചറൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവർവ്യൂ ഹാള്. പിന്നെ ഇതൊരു റൂമാണ്, ഇതൊരു റൂമാണ്. ഇത് അകത്തോട്ട് കയറുന്ന ഒരു വാതിലാണ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതൊരു വലിയൊരു സ്പേസൊക്കെ ഉള്ള റൂമാണ്. ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഒരു വലിയൊരു സ്പേസൊക്കെ ഉള്ള റൂമാണ്. കണ്ടില്ലേ, ഇവിടെ തന്നെ വേറൊരു ഡോറും വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഡോർ വഴി വെളിയിലോട്ട് ഇറങ്ങാം. കണ്ടില്ലേ, ഇതൊരു റൂം. ഇത് അടച്ചിട്ട് അടുത്തൊരു റൂം ഇവിടെ ഉണ്ട്. ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ റൂമും നന്നായിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു ചെറിയ റൂമാണ്. കണ്ടില്ലേ, അപ്പോൾ ഇതും ക്ലോസ് ചെയ്യട്ടെ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹാളിൻ്റെ അവിടെയൊക്കെ ഇപ്പം ഇത്രയാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ കുറേ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ കൂടെ ഒന്ന് അകത്തോട്ട് കയറി നോക്കാം കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയൊരു ഹാൾ പോലത്തെ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, പിന്നെ ഇവിടെ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്കൊരു ചെറിയൊരു റൂം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു റൂമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അകത്തോട്ടും കൂടെ ഒന്ന് കയറിയ ഇവിടെയും ഒരു ചെറിയൊരു റൂമുണ്ട്. കണ്ടില്ലേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്സൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു റൂമാണ്. ബുക്സൊക്കെ അടുക്കി വയ്ക്കാനും ഒരു നല്ലൊരു റൂമാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു വലിയ ഒരു റൂം കാണാൻ പറ്റും. കണ്ടില്ലേ, വെട്ടം കുറവാണ്. ജനലൊക്കെ തുറന്നിട്ട് നല്ല വെട്ടമൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ ഫ്ലാഷാണ് അടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു വലിയ റൂമാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ റൂമും കൂടെ കാണാനായിട്ട് സാധിക്കും. ചെറുതല്ല, ഇതും വലിയൊരു റൂം തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു വലിയ റൂമാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു റൂമുണ്ട്, ഇപ്പുറത്തും ഒരു റൂമുണ്ട്. കണ്ടില്ലേ, ഇത് ചെറിയ പണി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് മുകളിൽ തട്ടിലോട്ട് കയറുന്ന സ്റ്റെപ്പാണ് കേട്ടോ. കണ്ടില്ലേ, പണ്ടത്തെ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടുന്ന സ്റ്റെപ്പാണ്. പിന്നെ ഇവിടെയും ചെറിയൊരു ഡൈനിങ് ഹാള് പോലെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതോടൊപ്പം തന്നെ ഈ ഡോറ് വരുന്നത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ടുള്ളതാണ്. റൂഫ് കാര്യങ്ങളെല്ലാം അല്ലാതെ ഓടൊക്കെ വെച്ചിട്ടുള്ള റൂഫാണ്. പിന്നെ എല്ലായിടത്തും അടിപൊളി ജനലുണ്ട് കേട്ടോ. നമുക്ക് കാറ്റൊക്കെ കയറാനായിട്ടുള്ള അടിപൊളി ജനൽ കുറേ സ്ഥലത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതാണ് അടുക്കളയെന്ന് പറയുന്നത്. അടുക്കളയിലെ ഭാഗത്തോട്ട് വന്നാൽ ലൈറ്റ് ഇട്ടാൽ നല്ല വെട്ടമൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇവിടെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റൂം പോലെയുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാവുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ. പിന്നെ ഇതൊരു ചെറിയൊരു അലമാര, പിന്നെ ഒരു ഡോർ. ഇത് നമുക്ക് അപ്പുറത്ത് കൂടെയും കയറാൻ പറ്റും, ഇവിടെ കൂടെയും വേണമെന്നുണ്ടെങ്കിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെയും കുറേ അലമാരയൊക്കെ ഉണ്ട്. നമുക്ക് മലക്കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാകും, വെട്ടം കുറവാണ്. അതോടൊപ്പം തന്നെ ചെറിയ ലോക്കൽ മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ അങ്ങനെ അകത്തുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് അവിടുത്തെ കുറച്ച് വ്യൂസാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെൻറ്റിന് വരാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പർ വഴി കോൺടാക്ട് ചെയ്തിട്ട് വരാം. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട നിയർ ഡാം റോഡിൻ്റെ അടുത്താണ് വരുന്നത്. മടത്തിക്കോണം ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് റെൻറ്റിന് താമസിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വരാം.
അപ്പോൾ റെന്റിന് ഉള്ളതാണ്. അപ്പോൾ അല്ലാതെ ആവശ്യമില്ലാതെ ആരും കോൺടാക്ട് ചെയ്യരുത്. അപ്പോൾ റെന്റിന് മാത്രമുള്ള കേട്ടോ. ഇനി ഞാൻ ഇതിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നേരെ വെളിയിലുള്ള ഔട്ട്ഡോർ കാണിച്ചു തരാം കേട്ടോ. അപ്പം ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും. അതായത് നല്ല ചെറിയൊരു മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇതെല്ലാം റൂമൊക്കെ പൂട്ടിയിട്ട് ഞാൻ വരാം കേട്ടോ. ഗൈസ്, അപ്പോൾ അങ്ങനെ റൂമെല്ലാം പൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ട അടിപൊളി ഒരു കിണർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. കണ്ടില്ല, ഇതാണ് എൻ്റെ വീട്. നല്ലൊരു മഴയൊക്കെ പെയ്തിട്ട് നിൽക്കുന്നതാണ്. കണ്ടില്ല, ഒരു ചെറിയൊരു കിണർ ഇവിടെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ, ഇവിടെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്ത് കയറാം. കണ്ടില്ല, ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ വരുന്നത്, അടുക്കള. പിന്നെ ആ വെളിയിൽ തന്നെ ഒരു കുളിമുറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, വാട്ടർ ടാങ്ക് മണ്ടലിരിപ്പുണ്ട്, ചിമ്മിനിയുണ്ട്. കണ്ടില്ലേ, ഇത് ഫുള്ള് ഓടൊക്കെ ഇളക്കിയിട്ട് പുതിയ ഓടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ടാപ്പ്, തുണി ഇടുവാനായിട്ടുള്ള കല്ല്, അതൊക്കെയാണ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. കണ്ടില്ലേ, പ്രാവിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കൂടൊക്കെ ഇപ്പം പൊളിക്കും. കണ്ടില്ലേ, ഇതാണ് വെളിയിലുള്ള ഡോറെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് ഇവിടെയൊക്കെ റൂം വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ പെയിൻറ്റും അടിച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെൻറ്റിന് എന്തെങ്കിലും വരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂർ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഇവിടെ ഫർണിച്ചർ കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല. ഇപ്പം താമസം മാറിയതേ ഉള്ളൂ. താമസം മാറി റീസ്റ്റോർ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പുതിയൊരു വീട് വെച്ച് പോയപ്പം ഇതേപോലെ അടുത്ത റെൻറ്റിന് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വരാം. കണ്ടില്ലേ, ഒരു അടിപൊളി സ്പേസാണ്. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രം കാട്ടാക്കട കള്ളിക്കാട് നേർഡാമ് പോകുന്ന റോഡിൽ മടത്തിക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ മടത്തിക്കോണം ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാം, റെൻറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തോട്ട് പോയിട്ടില്ല. നമ്മൾ നേരത്തെ ആ ഭാഗത്തോട്ടാണ് പോയി, കിണറും എല്ലാം ആ ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കാർ പോച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കൂടെ പോയി നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇപ്പം മൂടി വെച്ചിരിക്കുന്ന കാരണം കൊണ്ടല്ല, ഇവിടെ പണി ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇവിടെയൊക്കെ ഇപ്പം മൂടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പോയാൽ പിന്നെ കണ്ടില്ലേ, ഞാൻ നേരത്തെ ഒരു റൂമിൻ്റെ അകത്ത് കയറി വന്ന റൂമിൻ്റെ അകത്ത് ഒരു ഡോറ് വെളിയിലോട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. പിന്നെ ഇവിടെ കുറേ ജനലൊക്കെ ഉണ്ട്, നല്ല കാറ്റൊക്കെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നതാണ്, അതിനെ ഇളക്കി മാറ്റിയിട്ട് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ല ഇവിടെ. പിന്നെ എൻ്റെ വീടിൻ്റെ ഹോം ടൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ആകമൊക്കെ അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്. അത് നമുക്ക് പിന്നീട് ഭാവിയിൽ ചെയ്യാം. പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇനിയിപ്പം ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ അത് വെച്ചിട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കും നമ്മളെ വീട്. അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ റെൻറ്റിന് വരാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കൊടുത്തേക്കുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാം. നേരത്തെ പറഞ്ഞ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ഗുഡ് ബൈ.